ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ, ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. കാൽവറിക്കുന്നിന്റെ മുകളിൽ കാരിരുമ്പാണിയിൽ തൂങ്ങി മാറിലെ ചോര ഞങ്ങൾക്കായൊഴുക്കിയ ഒരു നല്ല നാഥനെ കണ്ടു. മാറിലെ ചോര ഞങ്ങൾക്കായൊഴുക്കിയ ഒരു നല്ല നാഥനെ കണ്ടു. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരുകിൽ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നോഹരി എൻ യേശു മാത്രം സർവവും, നീയല്ലാതാഗ്രഹിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എന്നോഹരി എൻ യേശു മാത്രം സർവവും, നിന്നെപ്പോൽ സമ്പത്തായി വേറെയാരുള്ളൂ. എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. എൻ
വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാനന്ദി. യേശു എൻ്റെ ആത്മനാഥനെന്നും കൈവിടില്ല ഒരു നാളും എന്നെ. ആകാശം ഭൂമി സർവം മാറിപ്പോയാലും മാറിയ നിന്ദയ എന്നിൽ. വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. आंसू कब मिटेंगे, दर्द मेरे कब होंगे दूर. आंसू कब मिटेंगे, दर्द मेरे कब होंगे दूर. मुश्किलों के समय में मुझको छुड़ाना प्रभु. मुश्किलों के समय में मुझको छुड़ाना प्रभु. आंसू कब मिटेंगे, दर्द मेरे कब होंगे दूर. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നല്ലവനായി മതിയായവനായി വല്ലവനായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഓരോ ദിനം തോറും നിന്റെ കൃപകൾ അനുഭവിക്കുവാൻ നീ എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഭാഗ്യവതവിക്കായി സ്തോത്രം. ഒരു കാലത്ത് ഞങ്ങൾ ദൈവമില്ലാത്തവരായി, ക്രൂശിന് വിരോധികളായി, പാപത്തെയും ലോകത്തെയും സ്നേഹിച്ച് ജീവിച്ച കാലഘട്ടത്തിൽ അവിടുത്തെ പുത്രന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്ന് കാൽവരി ക്രൂശിലെ പരമയാകത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് നിന്റെ മക്കളെ വാശനമാക്കി തീർത്ത കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്ന് പകരക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അതിനെ ഓർപ്പിച്ച് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ വിമർശനം പകർന്ന് ഞങ്ങളുടെ കർത്താവിന്റെ ഞങ്ങളുടെ സ്നേഹത്തെയും അവിടുത്തെ വിശ്വസ്തതയും ഓർത്തമ്മയെ ആരാധിക്കുന്ന ഒരു പകൽ വേണ്ടിയായി ചെയ്യുവാൻ സ്വർഗമേ നീ അവിടെ നേടിയാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പറഞ്ഞ ഞങ്ങളെ ഒരുമിച്ച് അവിടെ അനുഗ്രഹിക്കണം. വിശിഷ്യ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ സാക്ഷീകരിപ്പാൻ അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് ഇന്ന് പകൽക്കാലം ഒരുക്കത്തോടെ വന്നിരിക്കുമ്പോൾ, സഭയ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഒരുക്കത്തോടെ വന്നിരിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊല്ലി നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ കാഴ്ചക്കാരും അനുഭവിക്കുന്നവരും എല്ലാവരും ശുശ്രൂഷ ചെയ്യുന്നവരും എല്ലാവരും ദൈവമില്ലാതെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവിന്റെ പ്രത്യേകമായ കൃപയും അവിടുത്തെ പ്രത്യേകമായ ശക്തിയും ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേരുന്ന ഈ സ്നാനം
അങ്ങയുടെ വചനം അനുഷ്ഠിക്കുന്ന സ്നാനം കർത്താവെ ഇന്ന് പകൽക്കാലം അത് അനുസരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം തുറന്ന് ഞാൻ അവരിൽ പ്രസാദിക്കുന്ന കർത്താവിന്റെ സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ച പോലെ ഇന്ന് പകൽ സ്വർഗം അതിന് സാക്ഷ്യം നിൽക്കുന്ന ഒരു പകൽ വെളിയായി തീരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു കുടുംബങ്ങൾക്ക് ഒരാശ്വാസവും അനുഗ്രഹകരമായിരിക്കാൻ, ദൈവസഭകൾ മുതൽക്കൂട്ടായിരിക്കാൻ, കർത്താവിന്റെ നാമത്തിന് ദേശത്തൊരു അനുഗ്രഹകരമായിരിക്കാൻ, അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ചൂണ്ടുവരകളായ ഒരു ജീവിതമായിരിക്കാൻ വരുകാലങ്ങളിൽ കർത്താവ് നിര്യാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം സൂക്ഷിച്ച് ഞങ്ങൾ എല്ലാവരെയും കരങ്ങളിലേപ്പിക്കുന്ന കർത്താവെ ദൈവമായ പരിജ്ഞാനം കൊണ്ട് ദൈവീയ കൃപകൾ ഞങ്ങളെ നിറയ്ക്കണമേ. കേൾക്കുന്ന ആലോചനകളും നടക്കുന്ന എല്ലാ ശുശ്രൂഷയും സ്വർഗത്തിന് പ്രസാദമായി തീരുവാൻ, ഞങ്ങൾക്ക് അനുഗ്രഹകരമായി തീരുവാൻ തിരുവനോട് നിര്യാക്കണം. വരുവാൻ എത്ര പേര് കർത്താവ് കൂട്ടി വരുത്തണം. ഇന്ന് പുതുതായി പലരെയും കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. എല്ലാവരെയും കർത്താവ് വരുവാനെ അനുഗ്രഹിച്ച ഞങ്ങളോടൊപ്പം സഹായിച്ച് കർത്താവ് പടഞ്ഞയക്കണമെന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും പ്രാർത്ഥിച്ച് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ നാമത്തിന് സ്തോത്രം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നോട് ഉപേക്ഷിക്കുന്നു. പിതാവേ ദയവോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിനക്കെന്നും വന്ദനം യേശു വന്ദനം യേശു നിനക്കെന്നും വന്ദനം യേശു വന്ദനം ചെയ്യുന്നു
നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പ്രാരംഭത്തിലായി കർത്താവ് കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ദൈവാത്മാ നൽകിയ പ്രേരണ പ്രകാരം അവർ ദൈവവചനം പഠിക്കുകയും ദൈവത്തിൽ അവർക്ക് വ്യക്തമായി മനസ്സിലാതിന്റെ വെളിച്ചത്തിൽ സ്വയമായി അവരുടെ തീരുമാനം മാതാപിതാക്കളെ അറിയിച്ച് ദൈവസഭയിൽ പ്രസ്താവിച്ച് അങ്ങനെ സഭ ക്രമീകരിച്ചിരിക്കുന്നതായ ഈ പ്രത്യേകമായ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനെ അറിയുക, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഈഹലോക ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ ഒരു സംഗതിയാണ്. ലോകത്തിൽ എന്തെല്ലാം നേടിയാലും വചനം പറയുന്നു, അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്തു പ്രയോജനം? ദൈവത്തിന്റെ വചനം അറിയുവാനും സത്യത്തെ അറിയുവാനും കർത്താവിനെ സേവിപ്പാനും ദൈവവചനത്തെ അതുപോലെ അംഗീകരിപ്പാനും അനുസരിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ, വിശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം ദൈവം ഒരു പകൽവേള നൽകിയതോർത്ത് നമ്മുടെ കരങ്ങളൊക്കെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. എത്ര തലമുറകൾ കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് ദൈവവചനത്തെ തിരസ്കരിച്ചുകൊണ്ട് ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കൂടെ ഓടി നടക്കുമ്പോൾ മുമ്പേ ഓർപ്പിച്ച പോലെ ആരും ഒരു പ്രേരണയോ സമ്മർദ്ദമോ കൊടുക്കാതെ എനിക്ക് സ്നാനപ്പെടണമെന്ന് അവരുടെ ഹൃദയത്തിൽ അവർ തീരുമാനമെടുത്ത് ദൈവസനം തീരുമാനിച്ചൊരു സംഗതിയാണെന്ന് പകൽക്കാലം നടക്കുവാൻ പോകുന്നത്. സ്തോത്രം. Justin also last couple days ago he also made the decision to take the water baptism, but at the time the family has not arranged it. But this morning when I came, he came to me and said, Pastor Uncle, can I take the baptism also? And he wants to do it as early as possible. And he said, if it's possible, maybe at the end of the month, end of May, ഞങ്ങളുടെ കാണത്തില്ല, നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് കടന്നു പോവുകയാണ്. So maybe before or after I come. കാരണം ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് നൽകിയ താല്പര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. He is ready. കർത്താവിന്റെ മകനെ ധാരാളം അനുഗ്രഹിച്ച ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും, ജലത്തിൽ സ്നാനപ്പെടാത്ത എല്ലാ കുഞ്ഞുങ്ങളും അതിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവമാരുടെ ഹൃദയത്തിൽ പ്രേരണ നൽകട്ടെ. ഇന്ന് പകൽക്കാലം ഈ പ്രത്യേകമായ ശുശ്രൂഷയിൽ നാം പങ്കുകൊള്ളുമ്പോൾ ഇതുവരെയും കർത്താവിനെ സ്വതനിഷ്ഠമായി സ്വീകരിക്കാതെയോ കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിച്ച് കർത്താവിനോട് ചേരുവാൻ ഇടിയാത്തീരാതെയോ ഇരിക്കുന്ന ആരെങ്കിലും സംബന്ധിക്കുന്നുവെങ്കിൽ സ്നേഹത്തോടുകൂടെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ, ഇത് കർത്താവിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാണ്. ഇതൊരു സഭയുടെ ശുശ്രൂഷയല്ല, ഇതൊരു സഭയോട് ചേർക്കുവാനുള്ളതല്ല, കർത്താവിനോട് ചേരുവാനുള്ളതാണ് ഈ മകൻ ശുശ്രൂഷ. സ്നേഹത്തോടെ എല്ലാവരും ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടുകൂടെ ദിവസം ഉണ്ടായിരിക്കുമ്പോൾ സ്നാനത്തെ പറ്റിയുള്ളതായ ഒരു ചെറിയ ഒരു സ്റ്റഡി കഴിഞ്ഞ ദിവസങ്ങളിൽ സമയം വളരെ എടുത്ത് ഈ വിഷയങ്ങൾ സഭയെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് പകലും അല്പനിമിഷങ്ങൾ കൂടെ സ്നാനത്തെ കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റഡി there will be an outline will be given by Pastor Binu Philip from Chennai Talla Mavelikara. He was a guest in our church a couple of weeks ago, came and stayed with us for 3 days and we had a good fellowship. And at that time he was staying with the Lalu uncle and brother and the family for that weekend, and that's the time he shared the truth about the water baptism to Alan and Hanson, and they decided to take the water baptism. After that, 2 more people have taken that decision. കർത്താവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താൻ ദാസൻ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ കർത്താൻ ദാസനെ ക്ഷണിക്കുന്നു. എനിക്ക് കർത്താവ് സഹായിക്കാൻ തുടർന്ന് ദൈവദാസൻ എന്ന ദൈവത്തിന്റെ ശബ്ദത്തിനായി നമ്മുടെ കാതുകളെ തുറക്കാം. പ്രാർത്ഥന നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ബിനു ഫിലിപ്പ് and will be translated to English by PM John. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of God be glorified. മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. I praise and thank for this beautiful time. കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. Greetings for everybody in the coming name of Jesus Christ. ദൈവമക്കളോട് ചേർന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. For the grace of God, I am again thankful to God. പ്രത്യേക ഇന്നത്തെ ദിവസം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു. We are here with a great joy and happiness. നമ്മുടെ സഭയിലെ ചില കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്വന്തം ഇഷ്ടമായി സ്വീകരിപ്പാൻ അവർ തീരുമാനമെടുത്ത് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നല്ല സമയമാണല്ലോ. Some of our children have already accepted Jesus Christ and getting ready to baptize. കർത്താവ് ക്രിസ്തുവിനോട് ചേരുവാനായി നാം സ്നാനമേൽക്കുന്നു. We are baptized to join with Christ. നാം സ്നാനമേൽക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. Before getting baptized, we have to do something in our life. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാം, നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് ഒരു സഭയോട് ചേരാനല്ല, ഒരു വ്യക്തിയോട് ചേരാനല്ല, യേശു കർത്താവിനോട് കൂടെ ചേരുവാനാണ്. We are obeying the commandment of Jesus not to be a member of a church but to join with Christ. സ്നാനപ്പെടുന്നതിന് മുമ്പ്
Before getting baptized, നമ്മുടെ ഹൃദയത്തെ നാം കർത്താവിന് വേണ്ടി കൊടുക്കണം. we have to give our heart to the Lord. ആദ്യമേ ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മാനസാന്തരമാണ്. Once a person comes to Jesus Christ, a change in his heart is developing. റോമാലേഖനം 10-ാം 9-10 വാക്യം വേഗം ഒരാളൊന്ന് വായിക്കണമേ. റോമാലേഖനം 10-ാം 9-10 വാക്യം. Romans chapter 10 verses 9 and 10. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ആ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആദ്യമേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രക്ഷയാണ് നടക്കുന്നത്. The first thing is coming in the life of a person is salvation. അവന്റെ ജീവിതത്തിൽ ആ രക്ഷ എങ്ങനെ വെളിപ്പെടുന്നു? First, the salvation is revealed in his life. യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു എന്ന് അവൻ വിശ്വസിക്കണം. Jesus Christ died for me and buried for me. They have to believe it. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ അവന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അവൻ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരുന്നു. Such a fellow come and made into salvation. ഈ യേശു കർത്താവിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. We knew about Jesus Christ. നമ്മൾ അവന് വേണ്ടി ജീവിക്കുകയാണ്. We are living for him. സ്നാനപ്പെടുന്നതിന് മുമ്പായി ഒരു ദൈവത്തെ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. But before getting baptized, one should be born again. അവന്റെ വാ കൊണ്ട് അവൻ ഏറ്റുപറയും, He has to confess with his mouth. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, My Jesus died for me. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, My Jesus buried for എന്റെ me. കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, My Jesus resurrected for me. അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് I believe it. വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ We have to proclaim with our mouth. അവൻ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. Then he will get saved. എന്നെ കേൾക്കുന്ന ആരെങ്കിലും Anybody who is hearing me, നമ്മൾ ഈ സ്നാനത്തിലേക്ക് ദൈവ പൈതങ്ങൾ ഒരുങ്ങിയിരിക്കുമ്പോൾ we are getting ready to get baptized. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ Anybody here not yet saved, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. I am going to tell. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് പറയാം, You can say in your hearts 1 minute. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾക്ക് പറയാം, With your mouth you can tell, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. My Lord died for me. ഈ സ്നാനപ്പെടുവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും പറയാം, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. The children going to baptize also said, Jesus died for me. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, My Lord buried for me. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. My Lord is resurrected for me. അവൻ എന്നെ ചേർക്കാൻ വരും. And he is coming to collect me. ഞാനത് വിശ്വസിക്കുന്നു. I believe it. എന്റെ വായ് കൊണ്ട് ഞാൻ അത് ഏറ്റുപറയുന്നു. I am confessing with my mouth. നിശ്ചയം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. That means surely you are saved. രക്ഷിക്കപ്പെട്ട വ്യക്തിയെ Once you are saved, അടുത്ത പടി നമ്മളെ പഠിപ്പിക്കുന്നു. the next step what we are teaching is, അവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് യാത്ര ചെയ്യും. he should obey the commandments of God. സകലത്തിലും പൂർണ്ണനായ ക്രിസ്തു, Jesus Christ is perfect in everything. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് Our great Jesus Christ, ഈ ഭൂമിയിൽ വന്നു. when he came to this അവൻ world, സകലത്തിലും പൂർണ്ണനായിരുന്നു. and he was complete, perfect in everything, സകല നീതിയും നിവർത്തീകരിപ്പാൻ and he wanted to fulfill complete righteousness. എന്റെ യേശു കാണിച്ചു തന്ന മാതൃകയാണ് ജ്ഞാനം എന്നുള്ളത്. This is a model Jesus Christ showed us. കർത്താവ് സകലത്തിലും പൂർണ്ണനാണ്. He was completely perfect. പക്ഷെ സകല നീതിയും പൂർത്തീകരിക്കണമെങ്കിൽ In order to complete righteousness, മറ്റാരുമല്ല, നാം പിൻപറ്റുന്ന നമ്മുടെ യേശു കാണിച്ചു തന്ന മാതൃകയാണ് ജ്ഞാനപ്പെടുക എന്നുള്ളത്. so we have to follow the model Jesus has shown us. മത്തായി സുവിശേഷം 3-ാം 13 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. Matthew chapter 3 verse 13 onwards. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽപ്പാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരയിൽ അവന്റെ അടുക്കൽ വന്നു. യേശു സ്നാനമേൽക്കുവാൻ വളരെ വിദൂരതയിൽ നിന്നും യോർദാന്റെ അരികിൽ യോഹന്നാന്റെ അടുക്കലെത്തി. Jesus from a far distant place came to Jordan to be baptized by John. യോഹന്നാനും അവനെ വിലക്കി. യോഹന്നാനോ അവനെ വിലക്കി. John tried to stop him. യേശു കർത്താവ് സ്നാനമേൽക്കുവാൻ യോഹന്നാന്റെ അടുക്കൽ വരുമ്പോൾ അവനെ വിലക്കി. Jesus Christ came to get baptized, but John wanted to stop it. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, Those who are hearing me, ദൈവകൽപ്പന അനുസരിക്കുന്നതിന് പിമ്പിൽ നിന്നെ പലരും വിലക്കിയെന്ന് വരും. maybe people will discourage you from obeying the commandments of God. ഈ പകലിൽ ആ വിലക്ക് കേട്ട് നിങ്ങൾ ഇരിക്കരുത്. So don't listen to such deterring words. ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയുമെങ്കിൽ, If you can make a decision today, യോഹന്നാന്റെ അടുക്കൽ വന്ന് നിൽക്കുന്ന യേശു സ്നാനമേൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനെ വിലക്കി. John discouraged Jesus from getting baptized. അടുത്ത ഭാഗം എന്താ പറയുന്നത്? What is the next verses? നിന്നെ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക.
Jesus replied, "Let it be so now." ആ, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് ആ. നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ സകല നീതിയും നിവർത്തീകരിപ്പാനിടയായിത്തീരും. It is proper for us to do this to fulfill all righteousness. യേശു പറയുന്നു, ഇപ്പോൾ സമ്മതിക്കുക. And Jesus said, "You agree now." അവൻ എന്തിനാണ് സ്നാനപ്പെടുന്നത്, ഇപ്പോൾ പെടണ്ട എന്നൊക്കെ പലരും പറയും. Many people say postpone the baptism. കർത്താവിനോട് ചോദിച്ചു, അങ്ങ് ഇപ്പോൾ സ്നാനപ്പെടണോ, അങ്ങ് ഞാൻ പെടുത്തണോ? And John is asking, "Do you want now or postpone it?" പല തടസ്സങ്ങൾ മുമ്പിലുണ്ടായിട്ടും Maybe many obstacles before you. ഇന്ന് പകലിൽ പല തടസ്സങ്ങൾ പെട്ട് സ്നാനപ്പെടുവാൻ കഴിയുന്നില്ലെങ്കിൽ If you cannot baptize because of obstacles, നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് സ്നാനപ്പെടണം. if you have a desire in your heart, "I want to get baptized," നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഡ്രസ്സ് കൊണ്ടുവന്ന് കാണത്തില്ല. maybe you haven't brought dress from your home. നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ദൈവമക്കൾ ചെയ്തു തരും. Don't get worried, we can make all arrangements. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ടോ, If you have a desire in your heart, ഇപ്പോൾ സമ്മതിക്കുക. you agree now, allow now. നിങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങൾ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. And some of the brothers are going to get baptized soon. പ്രിയ കുഞ്ഞെ, പ്രിയ മകളെ, A dear child of God, നീ യേശുവിനോട് ചേരുന്നത്, you are joining with Christ. ഈ സ്നാനപ്പെടുന്നത് You are getting baptized. മറ്റാരുമല്ല, നിന്റെ രക്ഷിതാവാകുന്ന യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. This is a model given by our Lord Jesus Christ. ആ മാതൃക പിൻപറ്റുവാൻ, That we have to follow that model അവന് വേണ്ടി ചുവടുകൾ എടുത്തു വെക്കുവാൻ so that we get steps for Jesus Christ. ഇന്ന് പകൽ എത്ര പേര് ആഗ്രഹിക്കുന്നു? And how many of you are desiring that? തടസ്സങ്ങൾ പലത് കാണും, Maybe there are obstacles. സാഹചര്യങ്ങൾ പ്രതികൂലമായെന്ന് വരും. Maybe circumstances against you. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, But the Spirit of God നീ is telling, രക്ഷിക്കപ്പെട്ട ഒരു പൈതലാണെങ്കിൽ if you are a born again believer, ഇപ്പോൾ സമ്മതിക്കുക. and now you agree to it, ഇപ്പോൾ സമ്മതിക്കുക. now you agree to it, ഇന്ന് യേശുവിന് വേണ്ടി ഹൃദയത്തെ കൊടുക്കുവാൻ. you have to give your heart to Jesus today. എന്റെ പപ്പായോട് നീ ചോദിക്കട്ടെ, Let me ask my father, എന്റെ മമ്മിയോട് നീ ചോദിക്കട്ടെ. let me ask my mother, ഒരിക്കലും ആ മാതാപിതാക്കൾ എതിര് പറയത്തില്ല. and the parents will never be against it. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ എതിര് പറയത്തില്ല. I believe parents will never object it. പലർക്കും ഒരു അത്ഭുതമായി തീരത്തക്ക വിധത്തിൽ And so that you will be a miraculous thing for many people. ഇപ്പോൾ സമ്മതിക്കുക. Agree now. ദൈവത്തിന്റെ വചനമാണ്, This is the word of God. ദൈവത്തിന്റെ നീതിയാണ്, This is the righteousness of ദൈവത്തിന്റെ God. ആലോചനയാണ്, This is the counsel of God. കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ്. This is the model Jesus shown to us. അങ്ങനെയെങ്കിൽ യേശു സ്നാനപ്പെട്ടു. Jesus Christ got baptized. സ്നാനം പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആയിരിക്കണം. Its baptism should be with full heart. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 36-37 വാക്യം വായിച്ചാൽ Acts chapter 8, 36, 37. സ്നാനം പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആയിരിക്കണം. Baptism should be with your full heart. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവരോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവരിങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഫിലിപ്പോസും എത്യോപ്യ രാജ്ഞിയിലെ സേവകനായിരിക്കുന്ന ഷണ്ണൻ രണ്ടുപേർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. Philip and the eunuch are traveling together. ഈ യാത്രയുടെ നടുവിൽ ഒരു മനുഷ്യൻ ദൈവവചനം അവർക്ക് പറഞ്ഞു In കൊടുക്കുകയാണ്. the midst of their journey, somebody is talking word of God to him. തന്റെ കൂടെ യാത്ര ചെയ്യുന്ന, തന്റെ കൂടെ ഇരുന്നുകൊണ്ട് യെശയ്യാ പ്രവചനം വായിക്കുന്ന ഒരു മനുഷ്യനോട് ഫിലിപ്പോസ് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. He was reading the book of Isaiah and Philip was interpreting it. അപ്പോൾ അവർ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടു. When they reached the place where there is enough ആ water, സ്ഥലം കണ്ടപ്പോൾ when they saw the water, അടുത്ത ഭാഗത്തോടെ വായിച്ചാൽ, ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധമെന്ന് ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിക്കാനിടയായി തീർന്നു. here there is water and what made me stop in getting baptized? അടുത്ത ഭാഗം, അതിന് ഫിലിപ്പോസ് അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നു നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. Philip said that if you are agreeing full with your heart, it can be done. വെള്ളം ഇവിടെയുണ്ട്, Water is available. ഇതിന്റെ അടുത്തിടെ ഞാൻ കൊണ്ടുപോയി കണ്ടു. മനോഹരമായി സ്നാനപ്പെടുത്തുവാൻ ഒരു സ്ഥലമുണ്ട്. There is a good place here in the basement. ദൈവവചനം നിങ്ങളുടെ കയ്യിലുണ്ടോ? The word of God is in your heart. അതിന്റെ പൊരുളിനെ തിരിച്ചു തരികയാണ്. And we are interpreting it. ഇനിയും താമസിക്കുന്നത് എന്തോ? Don't get delayed again. പ്രിയ സുഹൃത്തെ, ഇനിയും താമസിക്കുന്നത് എന്തോ? Dear friend, don't get delayed again. സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ When you get
being baptized. ഒറ്റ ചോദ്യം, ഈ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? Only one question: are you believing Jesus with your full ഈ heart? യേശുവിനെ നിന്റെ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് നിനക്ക് ഈ സംശയം ഉണ്ടാകുന്നത്. You have doubt because you have no full belief in Jesus Christ. എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു, എനിക്ക് സ്നാനമേൽക്കണം. That person said, I believe in Jesus Christ with my whole heart. I want to get baptized. ദൈവത്തിന്റെ വചനം കേട്ട് നിർബന്ധത്താലല്ല, അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ഇന്ന് പകലിൽ സ്നാനപ്പെടുത്തുവാൻ അഭിഷക്തന്മാർ ആഗ്രഹിക്കുകയാണ്. Not by compulsion, but if by the word of God, if anybody want to get baptized, we are ready for that. സ്നാനപ്പെടുന്നവർ പാപം ഏറ്റുപറഞ്ഞവരായിരിക്കണം. Those who confess their sins should get baptized. മാനസാന്തരപ്പെട്ടവരായിരിക്കണം. Those should be born again. വിശ്വസിക്കുന്നവരായിരിക്കണം. They should be believing. ദൈവവചനം കൈക്കൊണ്ടവരായിരിക്കണം. They should accept the word of God. നിങ്ങളിൽ എന്തെങ്കിലും പാപമുണ്ടോ? Whether there is sin among you, ദൈവസ്ഥലേറ്റ് പറയുകയാണ്. you have to confess before God. മാനസാന്തരപ്പെടുക. You get born again. വിശ്വസിക്കുക. You have to believe ദൈവവചനം അനുസരിക്കുക. and obey the word of God. അവരെ സ്നാനപ്പെടുത്തേണ്ടത് ദൈവദാസന്മാരുടെ കടമയാണ്. And this is the duty of the pastors here. ഇന്ന് പകലിൽ നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ If anybody here wanted to do that in this morning, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. it will be a great blessing in your life. സ്നാനപ്പെടുന്നത് എന്തിനാണ്? Why we are getting baptized? മറ്റൊന്നിനുമല്ല, Not for anything else. ക്രിസ്തുവിനോട് ചേരുവാൻ. We are coming joining with Jesus Christ. ഇന്ന് പകലിൽ യേശുവിനോട് ചേരുവാൻ. Today morning you want to get joined with Jesus Christ. യേശുവിനോട് ചേരുവാൻ. To join with Jesus Christ. യേശുവിനോട് ചേരുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? How many of you wanted to join with Jesus നമ്മൾ Christ? നല്ല കോട്ട് ധരിച്ചിട്ടുണ്ട്, We have good suits and coats. നല്ല ഡ്രസ് ധരിച്ചിട്ടുണ്ട്. We have good dress. അതുപോലെ നമ്മുടെ അകത്ത് യേശുവിനെ ധരിക്കുവാൻ. We have to wear Jesus inside our hearts. സ്നാനപ്പെടുന്നത് മറ്റൊന്നിനുമല്ല പ്രിയ കുഞ്ഞേ. We are getting baptized not for anything else. ക്രിസ്തുവിനോട് ചേരുവാൻ. We are joining with Christ. യേശുവിനെ ധരിക്കുവാൻ. We are wearing Jesus Christ. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ. To live for നമ്മുടെ Jesus. അമ്മയുടെ ഉദരത്തിൽ നാം ജനിച്ചു. When we were born from our mothers ഈ ഭൂമിയിൽ പാർക്കേണ്ടതിന് വേണ്ടി. and to live in this world. ഇവിടെ ഇരിക്കുന്ന രണ്ട് സഹോദരന്മാർ, അവർ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു ദിവസം ജനിച്ചവരാണ്. These brother Alan and Ansel came born in the same day. അവരുടെ രണ്ടാമത്തെ ജനനമാണ്. This is their second birth. ഈ ഭൂമിക്ക് വേണ്ടിയല്ല, Not for this earth, മറ്റൊരു ഭൂമിക്ക് വേണ്ടി, but for a heavenly, മറ്റൊരു ഭവനത്തിന് വേണ്ടി, another house, മറ്റൊരു വീടിന് വേണ്ടി. another house. നീ സ്നാനപ്പെടുന്നത്, They are നീ baptized. ദൈവകൽപ്പന അനുസരിക്കുന്നത്, They are obeying the word of നീ God. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്, You are getting your steps for Jesus Christ. മറ്റൊന്നിനുമല്ല. Not for anything else. പുതിയൊരു ഭവനത്തിലെ അംഗമായി തീരുവാൻ, To be a member of a new house. യേശുവിനോട് കൂടെ ചേരുവാൻ. We are joining with Christ. ഒരു വാക്യം കൂടെ വായിച്ച് ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. One more verse and then I will stop. കർത്താവിന്റെ അന്ത്യ കൽപ്പനയാണ്. This is the last commandment by Jesus. എങ്ങനെ സ്നാനപ്പെടണമെന്നൊരു ചോദ്യമുണ്ട്. And there is a question how to get baptized. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് വാക്യം അവസാനിപ്പിക്കുന്നു. Matthew chapter 28 verse 18 onwards. യേശു അടുത്ത് ചെന്നു. യേശു അടുത്ത് ചെന്നു. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിങ്ങളുടെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. യേശു അടുത്ത് വന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. All authority in heaven and on earth has been given to me. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. Therefore go. പിതാവിന്റെയും ആ. പുത്രന്റെയും ആ. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. Baptizing them in the name of the Father and of the Son and of the Holy Spirit. വായിച്ചു നിർത്തിയാട്ടെ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ആ. ഉപദേശിച്ചുകൊണ്ട് ആ. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവിൻ. And make disciples of all nations. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. This is a commandment given by Jesus. ഈ വചനം നിങ്ങളോട് കൽപ്പിക്കുന്നു. And this commandment is given to you. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലസ്നാനമേൽക്കുവാൻ. You have to get water baptism in the name of the Father and the Son and the Holy Spirit. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയട്ടെ. And let us close our eyes. സ്നാനപ്പെടുവാൻ ഇവിടെ കുഞ്ഞുങ്ങളുണ്ടോ? Our children are ready to ഒരു get പ്രാവശ്യം baptized. കൂടെ ഞാൻ നിങ്ങളോട് വിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. Let me ask once again. സ്നാനപ്പെടാത്ത ആരെങ്കിലും If ഇതിനകത്തുണ്ട്? anybody here not yet get baptized, സ്നാനപ്പെടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? if you desire to get baptized, ഇത് നിങ്ങൾക്കൊരു അവസരമാണ്. this is an opportunity for you. നിരവധി തടസ്സങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. Maybe many obstacles against it, പക്ഷേ ഇത് നിങ്ങൾക്കൊരു അവസരമാണ്. but this is a good opportunity for you. സ്നാനപ്പെടുവാനുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. We are going to pray for the children getting baptized. അതിനു മുമ്പായി സ്നാനപ്പെടുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. If anybody is getting ready, you can raise your hand. ഞങ്ങൾ അവർക്കൊരു അവസരം തരികയാണ്. We are giving
giving you an opportunity. ഇവിടെ വെള്ളമുണ്ടോ? There is water. സ്നാനപ്പെടുത്തുവാൻ അഭിഷക്തന്മാരുണ്ടോ? There are anointed persons here. ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുന്ന കർത്താവേ, I am ready, good Lord. ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുന്ന കർത്താവേ, I am getting ready, Lord. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കഴിഞ്ഞില്ല. I couldn't do it in the past. ദൈവകൽപ്പനയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുന്നു. I am ready to obey your commandments. സ്നാനപ്പെടുവാൻ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. We are going to pray for the children who is getting baptized. സ്നാനപ്പെടുത്തുന്ന അഭിഷക്തന് വേണ്ടി പ്രാർത്ഥിക്കാം. Pray for the anointing pastor who is doing it. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Pray for their parents. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുക. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാനും ദൈവജന ശ്രമിപ്പാനും ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൂതന്മാരുടെ നടുവിൽ, കോടാനുകോടി ദൂതന്മാരുടെ നടുവിൽ, വിശുദ്ധ ഗണങ്ങളുടെ നടുവിൽ സ്വർഗത്തിൽ നിന്ന് സന്തോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ചേരുവാൻ, എന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, എന്റെ ഭവനത്തിൽ ഒരു അംഗമായി തീരുവാൻ, അവൻ പുതിയ സൃഷ്ടിയായി തീരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, പാപത്തിന്റെ ലോകത്തിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ആ ക്രിസ്തുവിൽ അമേൻ ആ സൗഭാഗ്യം അനുഭവിക്കാൻ കർത്താവിനാലും കുഞ്ഞുങ്ങളെ അമേൻ പ്രാർത്ഥിച്ചു വേർതിരിക്കുവാൻ അഭിഷക്തന്മാർക്ക് കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് മുതൽ അവർ അനുഗ്രഹിക്കപ്പെട്ട് മാറണമേ. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട് മാറണമേ. അവർ പുത്രനല്ല, ക്രിസ്തുവിൽ അവർ പ്രിയപുത്രനായി, പ്രിയപുത്രിമാരായി കർത്താവിന് വേണ്ടി ശോഭിക്കുന്നതിനായി സ്വന്തം അവരെ ജലത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ ഞങ്ങളുടെ അഭിഷക്തന്റെ മേൽ അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവും തികവും ഉണ്ടാകുമാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയുടെ അവൻ ശക്തിയിൽ നിന്നുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ കർത്താവേ തന്റെ വൃത്തിയെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ കൈത്താങ്ങൽ കൊടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തന്റെ ജനത്തെ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന വ്യത്യസ്ത സഭകളിലെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. സ്വർഗം സന്തോഷിക്കുന്നതിനായി സ്വർഗം തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവനാമകത്വത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയാണ്. വിശ്വാസത്താൽ ഞങ്ങൾ അനുഗ്രഹം കാണുന്നു. പരിശുദ്ധാത്മാവ് പ്രാവുന്നതുപോലെ ഈ ആലയത്തിലും തന്റെ തേജസ്സിന്റെ മറവിൽ അവൻ ഞങ്ങളെ മറച്ചു നിർത്തിയിരിക്കുന്ന അനുഭവത്തെ ദൈവാത്മാവിൽ കണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാൽ കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Praise the Lord for the wonderful message we have received from the Lord. Praise the Lord. At this time, I want to know the young people who are ready to take the baptism to stand. Alan, Hanson, Austin, and Anne-Marie, would you please stand and come to the front? But once again, I want to give you one more chance to tell the church that you have accepted Jesus Christ as your personal Savior, and I believe in the water baptism and in the Lord Jesus, and I want to take the water baptism. You can say your testimony in a short 1 or 2 sentences, and one by one, from Hanson, Alan, Austin, and Anne-Marie, would you please take this? I decided to take water baptism today. I decided to accept Christ as my Savior, and I ask the Lord to give me the grace. Amen. Praise the Lord. I decided to take water baptism as Christ protected me, and I like to be born again and take baptism and Jesus protect me. Praise the Lord. Stotram. I like to thank the Lord for keeping me safe, and I accepted Him as my personal Savior, and I ask the Lord to pray for me that I may live a holy life. Praise the Lord. Amen. I accepted Jesus Christ as my Lord and Savior, and I decided to take the water baptism. Praise the Lord. Praise the Lord. Stotram. At this time. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മകനെ ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൽപ്പന അനുസരിക്കേണ്ടതാണ്. ദൈവത്തിന്റെ പാഠവിടത്തുകൾ മുന്നോട്ട് പരിശീലിക്കുമ്പോൾ ഇന്നേ ദിവസം സ്വർഗത്തിന്റെ അനുഗ്രഹത്താൽ ഇന്നലെ വരെയുള്ള അനുഭവങ്ങളിൽ നിന്നും പുതിയ സൃഷ്ടിയായി കർത്താവിനെ അനേകരെ നേടുവാൻ ഈ കാലങ്ങളിൽ അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ പുതിയ അഭിഷേകത്തോടുകൂടെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എന്റെ മനസ്സിന് നല്ല ശരീരത്തെ അനുഗ്രഹിക്കുകയാണ്. ഒരു ദൈവജനായി ലോകത്തിന്റെ നടുവിൽ സാക്ഷ്യമുള്ള ഒരു പൈതലായി ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ ദൈവനെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മുതൽ ഒരു പുതിയ അനുഗ്രഹം, ഒരു പുതിയ സൃഷ്ടിയായി അനേക കാണുന്നവർ യേശുവിനെ കാണുവാൻ ദൈവത്തിന്റെ കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമകനെ ചെയ്തതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ.
ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ പ്രിയപ്പെട്ടവരെ മറ്റു പ്രദേശത്ത് ദൈവത്തിന്റെ കൃപയിൽ വളർന്നു വരുവാൻ കർത്താവിനെ സ്വീകരിപ്പാനും തീരുമാനത്തിന്റെ സ്ഥലം മുഴുവൻ മടക്കിക്കൊണ്ട് സമർപ്പിക്കുന്ന ഈ പ്രത്യേക ദിവസത്തിന് കൃപകളും അനുഗ്രഹങ്ങളും കർത്താവ് ചൊരിയണമേ. ഗാനങ്ങളെക്കാൾ ഇരട്ടി ശക്തിയോടെ ഇരട്ടിയുള്ള ബലത്തോടെ കർത്താവിനെ ഉയർത്തുവാൻ അനേകരെ കർത്താവിലേക്ക് നയിക്കപ്പെടുവാൻ മകനെ കാര്യങ്ങൾ ഉപയോഗിക്കുവാനാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെ എഴുതിയിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ ജനനം മുതൽ ഇന്നുവരെയും ദൈവം തന്നെ പരിപാലിച്ചു. ലോകത്തിന്റെ മോഹത്തിന്റെ ഇമ്പക്കളെക്കാൾ യേശുവിന് വേണ്ടി ജീവിക്കുന്നത് നല്ലതെന്ന് തന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനത്തിലൂടെയും ദൈവാത്മാവിലൂടെയും ഇടപെട്ടപ്പോൾ ഈ ലോകത്തിലെ ജീവിതത്തിനേക്കാൾ യേശുവിന് വേണ്ടി തന്റെ ഹൃദയത്തെ കൊടുക്കുവാൻ കാണിച്ച മനസ്സിലായി സ്തോത്രം ചെയ്യുക. ഹൃദയം കൊണ്ട് യേശുവാരെന്ന് തിരിച്ചറിഞ്ഞ പ്രേക്ഷകനെ മനസ്സിലാക്കി ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഏറ്റെടുക്കുവാൻ തന്റെ വൈതൽ ആമേ തീരുമാനിച്ച തീരുമാനത്തിനായി സ്തോത്രം. കർത്താവേ, നീ അനുഗ്രഹിക്കുമാറാകണമേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് മുതൽ ഒരു പ്രത്യേക അനുഭവത്തിൽ ദൈവകൃപയ്ക്കുള്ളിൽ പ്രിയ വൈതനെ പൊതിഞ്ഞ വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് തന്റെ കണ്ണുകൾ പതിയുവാൻ അനുവദിക്കാതെ വണ്ണം തന്നെ കാണുന്നവർ യേശുവിനെ കണ്ടുകൊണ്ട് തന്റെ സഹപാഠികളെ അനേകരെ ക്രിസ്തുവിന് വേണ്ടി സത്യത്തിന് വേണ്ടി വയലിലേക്ക് ആനയിച്ചുകൊണ്ട് വരുവാൻ സുവിശേഷത്തിന്റെ കിടാവിളക്കിന്റെ ദൗത്യം തന്നിൽ നിക്ഷിപ്തമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ ജ്ഞാനത്തോടും ദൈവകൃപയോടും വഴി നടത്തുവാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ വചന തീരുമാനം സ്വർഗ്ഗം കണ്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അനുഗ്രഹ വിഷയമായി തീരട്ടെ. അവന്റെ ഭാവന ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വളരുവാൻ ഈ ചെറുപ്രായത്തിലെ താല്പര്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിന്റെ പാട്ടുകൾ ആഘോഷമായി പാടുക ശുദ്ധിമാന്മാർ സഭയിൽ. ആഘോഷമായി പാടുക ശുദ്ധിമാന്മാർ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും.
ആത്മാന ദൈവത്തോടെ എല്ലാം ഭംഗിയായി നല്ലമായി നടത്തപ്പെടുവാൻ സ്ഥാനപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയൊരു നന്മ വലിയൊരു അനുഗ്രഹം ദൈവയാക്കേണ്ടതിനായി ദൈവങ്ങളിലേക്ക് ശുശ്രൂഷകൾ വിളിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന നമ്മെ സഹായിക്കും. അല്പസമയം നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസാന്നിധ്യം നമ്മുടെ മുമ്പിൽ വ്യാപിച്ചു. അത്യുന്നതനായ ദൈവത്തിന്റെ കൃപ നമ്മുടെ മുമ്പിൽ വ്യാപിച്ചു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. സ്വർഗീയ സാന്നിധ്യത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഭൂതഗണങ്ങളുടെ സാന്നിധ്യത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവിന്റെ തേജസ്സിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വിശുദ്ധ പകൽ വേളയിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ നല്ല സ്വർഗത്തിന്റെ ദൈവം അറിയുന്നു. ദൈവകൃപയ്ക്കുള്ളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചാർച്ചക്കാരുടെ നടുവിൽ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ നടുവിൽ, ഞങ്ങളുടെ വിശ്വാസികളുടെ നടുവിൽ, ഞങ്ങളുടെ ദൈവദാസന്മാരുടെ നടുവിൽ സ്വർഗീയ മേഖലയിൽ അനുഭവത്തെ ഒരിക്കലൂടെ കാണുവാൻ ഈ പകൽവേളയിൽ ദൈവം ഒരുക്കി തന്ന ഞങ്ങൾ സാവകാശത്തിനായി സ്വന്തം ചെയ്യുന്നു. എത്രയോ തലമുറകൾ പാപത്തിന്റെ വഴികളിലൂടെ പോകുമ്പോൾ ഞങ്ങളുടെ തലമുറ കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി, അതേ ക്രിസ്തുവിന് വേണ്ടി ജനിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്വന്തം ചെയ്യുകയാണ്. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ നദിയിലൂടെ ഒഴുകുന്നതിനായി സ്വന്തം അവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്വന്തം വൃത്തിയാൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം ജലത്തിൽ സ്നാനമേൽക്കരുത് ദൈവസന്നിധിയിൽ അവൻ അവരെ കൊണ്ട് തീരുമാനമെടുത്ത 4 കുഞ്ഞുങ്ങളെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വരും കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന്റെ ശക്തിക്ക് വേണ്ടി, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അതേ ദൈവത്തിന്റെ രക്തത്താൽ പുനരുദ്ധരണം പ്രാപിച്ചുകൊണ്ട് ഈ ആത്മീയ പോക്കളത്തിൽ ദൈവത്തിന് വേണ്ടി ആയിരങ്ങളെ നേടുവാൻ ഇന്ന് പലരും സ്വർഗത്തിന് ദൈവം അവരെ അഭിഷക്തന്മാരായ അഭിഷക്തിയായിരിക്കുന്ന 4 പേരെ പോലെ ഈ ആത്മീയ ഭാര്യകൾ ദൈവത്തിന് വേണ്ടി ജനിപ്പിക്കുന്ന ഈ നല്ല സുദിനത്തിനായി ആത്മാവിനെ വൈകമന ശാന്തമാകുക, ആത്മീയ വൈകമന വൈകമന അനുശാമന ഉന്നത ശാന്തമാകുക, ആത്മീയ വൈകമന നന്ദിയോടെ സ്വന്തം ചെയ്യുക, നന്ദിയോടെ സ്വന്തം ചെയ്യുക. അഗ്നിനാഥോടെ പോലെ അഭിഷേകത്തിന്റെ ശക്തിയോടെ ക്രിസ്തുവിനെ സുവിശേഷീകരിക്കാൻ ഈ കുഞ്ഞുങ്ങളെ നീ ഒരുക്കുവാൻ പ്രാർത്ഥിക്കുക. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജനനം മുതൽ കർത്താവേ അവരെ പരിപാലിക്കുവാൻ ദൈവത്തെ കൃപ കൊടുത്തു. അവർ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവരുടെ തലമുറകളും ദൈവത്തെ അറിയുവാൻ ഇടയായിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ചപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര ഭാഗ്യം ദൈവം കൊടുത്തല്ലോ. അതിനായി നന്ദിയോടെ സ്വപ്നം ചെയ്യുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുവാനവരെ പ്രതിയാൽ ഈ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ ദൈവങ്ങളിൽ മാതൃകയോടെ നയിപ്പാൻ കഴിഞ്ഞ ദീർഘകാലങ്ങളായി ഇവിടെ ശുശ്രൂഷിക്കുന്ന അഭിഷക്തത ദൈവമെടുത്ത തുണയ്ക്കായി സ്വന്തം തന്റെ കൈകൾ കൊണ്ട് തന്നെ അവരെ ക്രിസ്തുവിന്റെ അവകാശികളാക്കി തീർക്കുവാൻ ദൈവം തന്നെയും ഈ ഫലക്കാലം ഒരുക്കിയല്ലോ. അതിനായി നന്ദിയോടെ സ്വന്തം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ജനത്തിലേക്ക് വരുമ്പോൾ പ്രത്യേക സാന്നിധ്യമുണ്ടാകണം, പ്രത്യേക സാന്നിധ്യമുണ്ടാകണം. ഇതുവരെയുള്ള അനുഭവമല്ല, കൃപാവരങ്ങളാൽ നിറയപ്പെട്ടവർ, ദൈവജനത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ചു, ദൈവാലോചനകളാൽ നിറയപ്പെട്ടവർ സമൃദ്ധിയോടെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ശോഭിക്കുവാൻ ദൈവം ഒരുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജനത്തിൽ സ്ഥാനപ്പെടുത്തുവാനും കൃപ ഞങ്ങളുടെ അഭിഷക്തരെ കൊടുക്കുവാനാണ്. കാരണം എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥാനപ്പെടാത്തവർക്ക് ഇവര് അനുഭവമായി തീരുക, അവരും ഈ സ്ഥാനപ്പെടുത്തിലേക്ക് കടന്നുവാൻ ഇവർ അനുഭവമാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നിന്റെ മഹത്വം മാത്രം ഇവിടെ ഉയരുന്നു. പ്രാർത്ഥനയെ ആഗ്രഹിക്കാത്തതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.
നിന്നിട്ട് വേദഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യവും, അതിനുശേഷം മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വേദഭാഗങ്ങളും ഇവിടെ സഹോദരന്മാർ വായിച്ചാൽ നമ്മെ സഹായിക്കും. Praise the Lord. Mark chapter 16 verse 15 and 16. Afterwards Matthew chapter 28 verse 18 through 20. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ ആകും. Amen. You can read Matthew chapter 28 verse 18 through 20. യേശു അടുത്തെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവിന്റെ ഈ ജീവിതത്തിന്റെ അവസാനത്തിൽ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയിലൊക്കെയും കടന്നുപോയി സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ സ്നാനം ഏൽപ്പിപ്പീൻ. കർത്താവിന്റെ കൽപ്പന അന്ത്യകൽപ്പനയായി ദൈവത്തെ കർത്താവിനെ രക്ഷകമായി സ്വീകരിച്ചവർ അനുഷ്ഠിക്കേണ്ട ദൈവത്തിന്റെ കൽപ്പനയാണ് വിശ്വാസ സ്നാനം എന്നുള്ളത്. It is given to people who have accepted Jesus Christ as their personal Savior. Once you have repented of your sins and accepted Christ in your life as your personal Savior and Lord, that person is the only one that is the candidate for the water baptism. Praise the Lord. Through water baptism, we are identifying ourselves with the death, burial and the resurrection of the Lord Jesus Christ. With the water baptism, we are identifying, or we are joining together with Christ. We are making a commitment to the Lord. Lord, for the rest of my life, I will serve you, I will honor you, I will love you, and I will follow you. This is a serious occasion. Praise the Lord. It's a time our young people are making a new commitment to the Lord. Praise the Lord. There's an agreement they are making among the saints of the Lord and also in the presence of our Lord Jesus Christ, that I will serve you. കർത്താവിനെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ വിശ്വസ്തയോടെ സേവിച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് ദൈവജനത്തിന്റെ മധ്യത്തിൽ അവർ ഏറ്റുപറയുന്ന ഒരു ഉപസംഹമായിട്ടും ഈ വിശ്വാസ സ്നാനം ഇരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വരാറായി. ഈ നാടുകളിൽ ദേശമൊക്കെയും മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന വചനത്തോട് ജീവിതങ്ങൾ വചനത്തിനായി സമർപ്പിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ദൈവമായ കർത്താവിന്റെ മുമ്പേ ദൈവദാസൻ ഓർപ്പിച്ച പോലെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇതുവരെ കർത്താവുമായ ആ ബന്ധത്തിൽ ദൈവമുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചുകൊള്ളാം, നീ എന്റെ രക്ഷകനായി എന്റെ വീണ്ടെടുപ്പുകാരനായി എന്നെ സഹായിക്കണമെന്ന് വിധിക്കണമെന്ന് ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സ്നാനജലത്തിലേക്ക് നടത്തപ്പെടുവാൻ തക്കവണ്ണം ഈ ദിവസം ഒരുക്കപ്പെടുവാൻ സ്നേഹത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ കർത്താവിന്റെ നാമത്തിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം സമയം നമ്മുടെ മുന്നിൽ അനുകരില്ല. നമ്മുടെ കർത്താവ് വാതിൽക്കലെത്തിയിരിക്കുകയാണ്. കാഹളനാദം ധ്വനിക്കാൻ സമയമാണ്. മാറ്റിവെക്കുവാൻ അവസരമില്ല. നാളെയാകട്ടെ അല്പം കഴിയുന്ന അവസരം ലഭിച്ചെന്ന് വരത്തില്ല. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ കർത്താവിനോട് ചേരുന്ന സ്നാനം കർത്താവിനെ വിശ്വസിച്ച് നമ്മെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. പറഞ്ഞല്ലോ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. വിശ്വസിക്കണം, സ്നാനമേൽക്കണം, അവരാണ് രക്ഷിക്കപ്പെടുന്നത്, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടും. സഹായിക്കട്ടെ. നമ്മുടെ കണ്ണടയ്ക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ മക്കളാണ് ഞങ്ങൾ നിന്റെ മേൽ ആശ്രയിച്ച് നിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് സാവയുടെ കുഞ്ഞുങ്ങൾ സ്നാനം കഴിക്കുവാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് കടന്നു ഈ പ്രത്യേക അവസരത്തിൽ സ്വർഗം ഞങ്ങളുടെ മീത് തുറക്കുമാറാകണമേ. ആ യോർദാനിൽ സ്വർഗം തുറന്ന് പ്രാവുന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നല്ലോ. ഇത് പകലിക്കാരുടെ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിക്കുമ്പോൾ സ്വർഗമതേ ദൈവ സാന്നിധ്യം കൊണ്ട് നീ അവരെയും ഞങ്ങളെയും അയക്കുമാറാകണമേ. ദൈവത്തിന് സ്തോത്രം. ഇതെനിക്ക് പ്രസാദമുള്ളതാണെന്ന് സ്വർഗം സാക്ഷീകരിക്കുന്ന ഒരു മകൻ ശുശ്രൂഷയായി തിരുവനന്തപുരം നീയാക്കണമേ. കുഞ്ഞുങ്ങളെയും അടികളെയും കർത്താവ് സഹായിക്കണം. കാഴ്ചക്കാരായി വന്നിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങനെ ചെയ്യാൻ പോകുന്ന സ്തോത്രം യേശുവിൻ തനിയുടെ നാമത്തിൽ തന്നെ.
this earth, lived among men, performed many miracles. He healed the sick, he cast out the demons, raised the dead, and he proved himself is the Son of God. According to the scripture, he went to the cross and carried our sins and our curses upon him. He gave up his life and he was buried in the tomb of Joseph the Arimathea. And on the third day, according to scripture, he was raised and he was shown to others that he is the Son Christ and ascended into heaven, now seated on the right hand of the Father, who is coming very quickly for those who are anxiously waiting for him. Dear Alan, do you believe that this Jesus Christ is the Son of God? Yes. Have you accepted this Jesus Christ as your personal Savior and have made a commitment to the Lord to serve Him, to love Him and honor Him with the rest of your life? Yes. According to His testimony and the commission of the Lord Jesus Christ, I baptize you here in the name of the Father and of the Son and of the Holy Ghost. Praise the Lord. Praise the Lord. Be faithful until the last day. You shall receive the crown of life. Praise the Lord. Took up all the sins of all mankind, went to the cross and died for us. And on the third day he was resurrected, showed himself 40 days, more than 500 people, that he is the risen Christ. And he went up into the heavens with the promise that he will come back soon, now seated on the right hand of the Father. And dear Anne-Marie, do you believe this Jesus Christ is the Son of God? Have you accepted this Jesus Christ as your personal Savior and made a commitment that I will serve Him, I will love Him, I will live for Him until the last breath of my life? According to your testimony and the commission of the Lord Jesus Christ, I baptize you here in the name of the Father and of the Son and of the Holy Ghost. Be faithful until the last day. You shall receive the crown of life. Praise the Lord. Lord Jesus Christ, you came to this world, performed many miracles. He cast out the demons. He healed the sick. He healed the broken-hearted. And according to the scripture, He died on the cross and buried in the tomb of Joseph the Arimathea. And on the third day, according to the scripture, He was risen, ascended into heaven with a promise to come back. Now seated on the right hand of the Father and interceding for us. Do you believe that this Jesus Christ is the Son of God? Yes. And also, have you accepted this Jesus Christ as your personal Savior and made a commitment that I will serve Him until the last day of my life? Yes. According to your testimony and the commission of the Lord Jesus Christ, I baptize you here in the name of the Father and of the Son and of the Holy Ghost. Be faithful until that last day. You will receive the crown of life. Hallelujah.
left the heavenly places and came down to this earth. Lived among men and performed many miracles. Showed in actions and in words that he is the Son of God. And according to the scripture, he was buried, he was died on the cross, was buried and in the tomb of Arimathea. And also the third day, according to the scripture, he was raised up and ascended into heaven, coming back so soon for those who are waiting for him. Do you believe this Jesus Christ is the Son of God? Have you accepted this Jesus as your personal Savior and made a commitment in your life that you will serve him until the last day? According to your testimony and the commission that is given by the Lord Jesus Christ, I baptize you here in the name of the Father and of the Son and of the Holy Ghost. Praise the Lord. Be faithful until that last day, and God will give you the crown of life. ആർക്കെങ്കിലും അവസരം ജീവിതത്തിൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ this is the day for you. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇവിടെ സ്ഥാനത്തൊട്ടി ഒന്നുമുണ്ട്, വെള്ളത്തിന് ഒരു പ്രശ്നവുമില്ല. സ്ഥാനപ്പെടുത്തേണ്ട ദാസന്മാർ ഇവിടെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണ വരുന്നുവെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ എത്രയും വേഗം ഒട്ടും മാറ്റി വയ്ക്കാതെ കർത്താവിന്റെ കൽപ്പനയാണ്, അനുസരിച്ചേ പറ്റുകയുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യമല്ല, ദൈവ ഇഷ്ടമാണ്. അത് കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് കർത്താവിനെ സേവിപ്പാൻ ഒരുങ്ങുക. കർത്താവിനെ കർത്താൻ ദാസൻ പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾക്ക് കർത്താവ് സാക്ഷിപ്പാൻ നടത്തുവാനും കുഞ്ഞുങ്ങളുടെ ജീവിതകാലം സേവിച്ച് സ്നേഹിക്കുവാൻ ജീവിപ്പാൻ വിശ്വാസ ജീവിതത്തിൽ കൃപയിൽ അവരെ പരിപാലിക്കുന്നു. ശത്രു കാണാതെ പ്രാർത്ഥിക്കുന്നു. സഭയായ ഈ കുഞ്ഞുങ്ങളെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ഭാവി ജീവിതം ഏറ്റവും പ്രാർത്ഥിക്കുന്നു. Church, we bless them in the name of the Father, and let them be blessed in the name of the Father, Son, and Holy Ghost. Amen.